അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ബാൽക്കണിയിൽ ഒരാളിരുന്ന് പെയിന്റിംഗ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നില്ലേ? അത് ആൽച്ചോ ചീനു അല്ല, ഈ മാനിക്കിനാണ്. ദേ ഇത് കണ്ടോ? പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല കീക്കോ. ആരാണ് ആ പെയിന്റിംഗ് അടിച്ചു മാറ്റിയത്? അവൻ വളരെ ഫിറ്റ് ആയിരുന്നു, യൂനോ സ്ലിം ആൻഡ് ട്രിം ടൈപ്പ്. പക്ഷേ ഇവൻ ആള് തടിച്ചു കൊടുത്തിരിക്കുകയാണല്ലോ. അതിനുള്ള ഉത്തരം ഇപ്പൊ കിട്ടും സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 10 അപ്ലൈ ചെയ്യേ. കലക്കി കീക്കോ. ഐ ലൈക്ക് ദിസ് ഫോർമുല. ഇനി നിനക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. പെയിന്റിംഗ് അടിച്ചു മാറ്റി പല. ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, കിക്കോ, ട്വിങ്കിൾ, ഡോഡോ, മേയർ സാർ, പിന്നെ ടിംപോ അണ്ണ, വെൽക്കം. അയ്യോ, എന്റെ പേര് ടിംബു അല്ല, ടെമ്പോ അണ്ണാന്നാ. ഡോക്ടർ ആവിഷ്കാർ സെൻ, ഞങ്ങളെ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അയ്യോ, എന്താ പറയുന്നേ? ഞാൻ നിങ്ങളെ എല്ലാം വരാൻ പറഞ്ഞെന്നോ? ആവിഷ്കാർ ചെയ്യുന്നതിന്റെ ഈ സ്ഥിതി ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മറന്നുപോയി. നന്നായി ഒന്ന് ആലോചിച്ച് നോക്കൂ ആവിഷ്കാർ സെൻ. നിങ്ങളല്ലേ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത് ലേറ്റസ്റ്റ് ആയിട്ട് എന്തോ കണ്ടെത്തിന്ന് പറഞ്ഞല്ലോ? നിങ്ങൾ പെട്ടെന്ന് ഓർമ്മിച്ചെന്തെങ്കിലും ഒന്ന് പറയ്, അല്ലെങ്കിൽ ഞങ്ങള് വേൾഡ് പെയിന്റിംഗ് ഓപ്ഷനിൽ ചെന്നെത്താൻ ലേറ്റ് ആയി പോകും. അവിടെ എന്റെ പെയിന്റിങ്ങിന് പോലും ഓപ്ഷൻ നടത്താനിരിക്കുകയാണ്. ചേടാ, ആ ഓർമ്മ വന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇത് കാണിക്കാനാണ് വിളിച്ചത്. അതെ. അയ്യോ, ഈ റോപ്പ് കാണിക്കാനാണോ ഞങ്ങളോട് അർജന്റ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അല്ല ടെമ്പോ അണ്ണ, ഡോക്ടർ ആവിഷ്കാർ സെൻ റൂഫിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ലേസർ ഗണ്ണാണ് കാണിച്ചത്. നീ ശരിക്കും സ്മാർട്ടാണ്. മേയർ സർ, എന്റെ കൈവശം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു പെയിന്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതായത് ലീസ മോണ. അതിന്റെ വില 10 കോടി രൂപയാണ്. ആ ലീസ മോണയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഞാൻ ഈ ലേസർ ഗൺ റെഡിയാക്കിയിരിക്കുകയാണ്. പക്ഷേ ഡോക്ടർ ആവിഷ്കാർ സിംഗ്, ഇതൊക്കെ ആരെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? ചേടാ, അതൊന്നും ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലെന്നേ. ഈ ഗൺസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയിക്കോളും. ശരിക്കും പറഞ്ഞാൽ ഫുൾ ഓട്ടോമാറ്റിക്. എല്ലാരും ഒന്ന് പുറത്തു നിൽക്ക്, ഞാൻ ഡെമോ കാണിക്കാം. ഞാനിപ്പോ ലീസ മോണ പെയിന്റിങ്ങിനെ ലേസറിന്റെ പ്രൊട്ടക്ഷൻ ലെയറിന്റെ പുറകിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം ഡെമോ. ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ, ഈ ലേസറിൽ അങ്ങനെ എന്ത് പ്രത്യേകതയാ ഉള്ളത്? ഞാനിപ്പോ കാണിച്ചു തരാം. ഈ ലേസറിന്റെ സെക്യൂരിറ്റി എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് വെച്ചാൽ, അതിനെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ വേറെ ഒരു സെക്യൂരിറ്റിന്റെയും ആവശ്യം ഉണ്ടാവുകയില്ല. 3 ലേയേഴ്സും ഒന്നിനേക്കാൾ അടുത്തത് സ്ട്രോങ് ആണ്. ദേ ഇത് കണ്ടോ, ഫസ്റ്റ് ലേയർ. ഈ ലേസർ ബീം ഒരു നെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ ഇത് അനങ്ങത്തില്ല. ഒരു പക്ഷേ ആരെങ്കിലും ഇത് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചാല്, ഈ ലേസർ ബീം ടച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവരുടെ അവസ്ഥ ഇതായിരിക്കും. ഈ ലേസർ വളരെ ഡേഞ്ചറസ് ആണ് തോന്നുന്നല്ലോ. ഇപ്പൊ രണ്ടാമത്തെ ലേസർ കണ്ട് സ്പെഷ്യാലിറ്റി കണ്ട് രസിക്ക്. ഇതിന്റെ ലേസർ ലൈറ്റ് എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. വാവ്, ഈ ലേസർ ബീം പഴയ ലേസർ ബീമിനേക്കാളും സ്ട്രോങ് ആണ്. പക്ഷേ ഈ മൂന്നാമത്തെ ഗണ്ണിന്ന് ലേസർ ബീം എന്താ പുറത്തേക്ക് വരാത്തെ? അയ്യോ, എനിക്ക് തോന്നുന്നത് ഡോക്ടർ ആവിഷ്കാർ അത് ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. ഷെടാ, അതെങ്ങനെ ഞാൻ മറക്കുന്നത്? എനിക്കങ്ങനെ മറക്കുന്ന രോഗമൊന്നുമില്ല. ഈ മൂന്നാമത്തെ ലേസർ ഗണ്ണുണ്ടല്ലോ, അത് മോഷൻ സെൻസർ ഉള്ള ലേസർ ഗണ്ണാണ്. എന്തെങ്കിലും ഒരു മൂവ്മെന്റ് കിട്ടിയാൽ പിന്നെ അത് ഉടനെ ആക്ടിവേറ്റ് ആയിക്കോളും. കണ്ടോ കീക്കോ, ഇപ്പൊ നീ എന്ത് പറയുന്നു? ഡോക്ടർ ആവിഷ്കാറിന്റെ ഈ കണ്ടുപിടുത്തത്തിനെ കുറിച്ച് നീ എന്ത് പറയുന്നു? സൂപ്പർ ഡോക്ടർ ആവിഷ്കാർ അങ്കിൾ. പക്ഷേ ഇതിന്ന് രക്ഷപ്പെട്ടു പോകാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ അല്ലേ? അതെ, ഉണ്ട്. ഈ 3 ലേസർ ഗണ്ണിന്റെയും ലേസർ ബീമിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ പോണമെങ്കില് എങ്ങനെ അത് ക്രോസ് ചെയ്ത് പോകണമെന്ന് ഞാൻ ഓൾറെഡി ഒരു QR കോഡിൽ അതിന്റെ രഹസ്യം വച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ QR കോഡ് വളരെ സേഫായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം അല്ലേ? ചേട്ടാ, എന്റെ അമ്മോ, ഞാൻ ആ QR കോഡിനെ ഒരു സ്ഥലത്ത് പതുക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ഞാൻ വിചാരിച്ചാൽ പോലും ചെല്ലാൻ പറ്റില്ല. ചേട്ടാ, എന്റെ അമ്മോ, അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആ QR കോഡ് വളരെ സേഫ് ആയിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. അത് കലക്കി. എന്ന് വെച്ചാൽ നാളെ പെയിന്റിംഗിന്റെ ഓപ്ഷൻ സൺസിറ്റിയിൽ നടക്കുമല്ലോ അല്ലേ? ആ പെയിന്റിംഗിന്റെ ഓപ്ഷനിൽ ആ പെയിന്റിംഗ് വളരെ സേഫ് ആയിരിക്കുമെന്നല്ലേ പറഞ്ഞു വരുന്നത്? ഒരു കാര്യം അറിയോ, നാളെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേര് ആ ലീസ മോണയുടെ പെയിന്റിംഗ് വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ മേയറെ,
നാളെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലോണം ഓർമ്മയുണ്ട്. ഇന്ന് നടക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? ഇപ്പൊ ഞാൻ ഈ പ്രശ്നം എവിടെ ചെന്നാ പറയേണ്ടത്? കിട്ടിപ്പോയി. ഇന്ന് എന്റെ പെയിന്റിങ്ങിന്റെ ഓപ്ഷൻ നടക്കാൻ പോവുകയാണ്. ഡോക്ടർ ആവിഷ്കാർ സിംഗ്, ഞാൻ തയ്യാറാക്കിയ ആ പെയിന്റിംഗ് എനിക്ക് തന്നേക്കൂ. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അത്. പെയിന്റിങ്ങോ? ഏത് പെയിന്റിംഗ് അത്? നിങ്ങൾ എനിക്ക് എപ്പോഴാ തന്നത്? മമ്മി, നല്ലോണം ഓർമ്മിച്ചിട്ട് പറയൂ. എന്റെ ആ ബുള്ളറ്റ് കാർ പെയിന്റിംഗ്, ഞാനത് ഇന്നലെ നിങ്ങൾക്ക് കാണാനായിട്ട് കൊണ്ടുവന്നില്ലേ? മറന്നുപോയോ? ഓർമ്മിച്ചു നോക്ക്. അതെ അതെ, ഓർക്കുന്നുണ്ട്. അതിപ്പോ എന്റെ റൂമിൽ തന്നെയുണ്ട്. നിക്ക്, ഞാനിപ്പോ പോയി കൊണ്ടുവരാം. കാര്യങ്ങൾ ഇതുപോലെ പെട്ടെന്ന് മറന്നു പോകുന്നതിനെ കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മെമ്മറി ലോസ്. കണ്ടോ, ഇന്നെന്റെ അടിപൊളി പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ഓപ്ഷനിൽ പല ലക്ഷങ്ങൾ കിട്ടുന്നതായിരിക്കും. അയ്യോ, അത് തീർച്ചയായും കിട്ടും. പിന്നെ അത് ലക്ഷങ്ങളല്ല, അത് തക്കാളിയായി കിട്ടും. നിങ്ങൾ എന്താ ഈ വരച്ചു കുത്തി വെച്ചിരിക്കുന്നത്? ഈ പെയിന്റിംഗ് ഞാൻ മൃഗങ്ങൾക്ക് മനുഷ്യരിൽ കൂടി ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇത്രയും കാലം മനുഷ്യരെ വലിച്ചു കൊണ്ടുപോയത് ഈ കാളകളല്ലേ? പക്ഷെ ഇനി കാളകളെ ഇരുത്തി മനുഷ്യർ വണ്ടി വലിച്ചു കൊണ്ടുപോകും. എങ്ങനെയുണ്ട്? കോൺസെപ്റ്റ് വളരെ വ്യത്യസ്തമല്ലേ? ശരിക്കും അത് അടിപൊളിയാണ് മേയർ അങ്കിൾ. മൃഗങ്ങൾ എപ്പോഴും മനുഷ്യരെ സ്നേഹിക്കേയുള്ളൂ. പക്ഷെ നമ്മൾ മനുഷ്യർ മൃഗങ്ങളോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. നോക്കിക്കോ, ഈ പെയിന്റിംഗ് ഇന്നത്തെ ഓപ്ഷനിൽ വലിയൊരു വിലയ്ക്ക് പോകും. അപ്പൊ കൂട്ടുകാരെ, ഞാൻ എന്റെ കൈ കൊണ്ട് വരച്ച ഈ പുത്തൻ പുതിയ പെയിന്റിംഗിന്റെ ഓപ്ഷൻ തുടങ്ങുകയായി. ആരാണോ കൂടുതൽ വില പറയുന്നത് അവർക്ക് ഈ പെയിന്റിംഗ് സ്വന്തമാക്കാവുന്നതാണ്. ഞാൻ ആദ്യം വില പറയാം. 3.5. 3.5 ലക്ഷം രൂപയോ? അല്ല പിന്നെ 3500 രൂപയോ? അതുമല്ല, 350 രൂപ. മൊത്തത്തിൽ 350 രൂപ എന്റെ ഈ പിഗി ബാഗിനകത്ത് ഉണ്ട്. ഇങ്ങോട്ട് നോക്ക് ടോണി, കളിപ്പാട്ടങ്ങൾ വാങ്ങാനുള്ള കടകൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങോട്ട് ചെന്നാൽ മതി. ഈ അതിമനോഹരമായ പെയിന്റിംഗ് 350 രൂപയ്ക്കൊന്നും തരാൻ മനസ്സില്ല. മരമണ്ടനെ മത്തങ്ങത്തലയെന്ന് വിളിക്കും. ടോണി ബോസ് എല്ലാരെയും ഇൻസൾട്ട് ചെയ്യുകയാണ്. ടോണിയോട് കളിച്ച എന്ത് പറ്റുമെന്ന് അറിയാലോ. ഈ പെയിന്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഈ പെയിന്റിംഗ് വാങ്ങാൻ ഞാൻ നല്ലൊരു കാശ് കൊടുക്കാൻ തയ്യാറാണ്. കലക്കി സാർ, എന്തൊരു പഞ്ച പറഞ്ഞത്. നോട്ട് പാഡിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. ജൂനിയർ ജഡ്പട്ട്, ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് മനസ്സിലാവുന്നത് പോലെ പറയൂ. നമ്മുടെ സാറേ 5000 രൂപ വില പറഞ്ഞിരിക്കുക. ശരി, ഓക്കെ, ഒരല്പം വില കൂടിയിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? 6000 രൂപ. 8000 രൂപ. 10. എന്ത് 10,000മോ? കൊള്ളാം, അത് കലക്കി. നോ, ഐ മീൻ 10 lakhs. അതും ക്യാഷ് ആയിട്ട് തന്നേക്കാം. ഇന്ന് വായിച്ചോളൂ എന്റെ പെയിന്റിംഗ്. ഈ നിമിഷം മുതൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. പിന്നെ നിങ്ങളുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനാണ് ആൽസി ചീനോ, ആൻഡ് ഐ ജസ്റ്റ് ലവ് ആർട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി. അത്ഭുതകരമായ പെയിന്റിംഗ്സ് എവിടെ ഉണ്ടെങ്കിലും ഞാനത് വാങ്ങും, പിന്നെ വിറ്റ് കാശാക്കും. ബൈ ദ വേ, ഞാനും ഒരു പെയിന്റർ തന്നെയാണ്. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സാർ. വെരി നൈസ് ടു മീറ്റ് യു. ബൈ. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ആൽസോ ചീനോ അങ്കിൾ, ആ പെയിന്റിംഗ് അത്ര വില കൊടുത്തെന്തിനാ വാങ്ങിച്ചോണ്ട് പോയത്? ക്രിയേറ്റിവിറ്റിക്ക് ആർക്കും വില പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു പ്രാവശ്യം ഞാൻ ഈജിപ്തിലുള്ള രാജാവിന് വേണ്ടി ഒരു ചിത്രം വരച്ചു. അത് അയാൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. വളരെ ഇഷ്ടമായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഒരു പിരമിഡ് എനിക്ക് സ്വന്തമായിട്ട് തന്നേ. ആണോ? എന്നാ നിങ്ങൾ ആ പിരമിഡ് കയ്യോലെന്താ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്? അതെങ്ങനെയാ കൊണ്ടുവരുന്നത്? അതിന് ഭയങ്കര ഭാരമല്ലേ കുട്ടി. അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ തന്നെ വെച്ചിട്ട് വന്നു. കാര്യമായിട്ട് പറയാണോ മേയർ അങ്കിൾ? അല്ല പിന്നെ, ഇനി അഥവാ ഞാൻ കള്ളം പറയുകയാണെങ്കിൽ എന്റെ തലയിൽ പഴം വന്ന് വീഴട്ടെ. അയ്യോ, നമ്മുടെ മേയറുണ്ടല്ലോ, കൊച്ചു പ്രായത്തില് ഒരുപാട് ബനാന കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അയാളുടെ ടാങ്ക് ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആവുന്നത് കണ്ടോ. പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുന്നേ. ചേട്ടാ, എന്റെ അമ്മോ, മേയർ നിങ്ങളുടെ ആ പണ്ടാര പെയിന്റിംഗ് കൊണ്ട്
അല്ല, ഞാൻ പറഞ്ഞു വന്നതേ, ആ ബുള്ളക്കാർക്ക് പെയിന്റിംഗ് ഇല്ലേ, അത് എവിടെയാ ഉള്ളത്? ഈഷ്, അത് ഞാൻ വിറ്റ് കാശാക്കി. നീ അതോർത്ത് വിഷമിക്കരുതേ. ഞാൻ നിനക്ക് വേണ്ടി മറ്റൊരു ചിത്രം വരച്ചു തരാം. നീ ചേട്ടാ, അതല്ല കാര്യം. എനിക്ക് ആ പെയിന്റിംഗ് തന്നെയാ വേണ്ടത്. കാരണം ഞാനേ ആ ലേസർ ബീമിൽ നിന്ന് രക്ഷപ്പെടാൻ QR കോഡ് റെഡിയാക്കിയെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ആ പെയിന്റിംഗിലാണ് മറച്ചു വെച്ചിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് ആ പെയിന്റിംഗ് ആൽസോ ചീനോ അങ്കിൾ അത്രയും വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോയത്. ശരി, വരൂ, നമുക്ക് വീട്ടിൽ ചെന്ന് അയാളുടെ കയ്യിൽ നിന്ന് പെയിന്റിംഗ് തിരിച്ചു വാങ്ങിക്കാം. സോറി മിസ്റ്റർ മേയർ, പക്ഷേ എനിക്ക് ആ പെയിന്റിംഗ് നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ കഴിയില്ല. അതെന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓപ്പോസിറ്റ് ആണ്. ഒരിക്കൽ ഞാൻ ഒന്ന് വാങ്ങിച്ചാൽ പിന്നെ ഞാൻ അത് ഒരിക്കലും തിരിച്ചു നൽകില്ല. ശരി ആൽസോ ചീനോ, നിങ്ങൾ ആ പെയിന്റിംഗ് തിരിച്ചു തരണ്ട. ഒരു മിനിറ്റ് നിങ്ങൾ അതൊന്ന് കാണിച്ചാൽ മാത്രം മതി. ശരി, ഓക്കെ. ഞാൻ ആ പെയിന്റിംഗ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കാണാൻ തരാം. പക്ഷെ ഞാൻ അത് തീർച്ചയായും തിരിച്ചു തരില്ല. കാരണം ആ പെയിന്റിംഗിലുള്ള ഫ്രണ്ട്ഷിപ്പ്, മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ചേട്ടാ, ആ QR കോഡ് എവിടെ പോയി? ഏത് QR കോഡ്? ഏയ് അല്ലല്ല, അത് പിന്നെ ഞങ്ങൾ വെറുതെ. ഡോക്ടർ ആവിഷ്കാർ സെൻ, നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുന്നോ? ചേട്ടാ, എന്റെ അമ്മോ, ഇത്രയും സമയത്തിനകം ഞാൻ 10 പ്രാവശ്യം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിലാ QR കോഡ് ഇല്ല. അതാ പെയിന്റിംഗിൽ ഇല്ലെങ്കിൽ പിന്നെ എവിടെയാ പോയത്? നോക്കൂ, നിങ്ങളുടെ അന്വേഷണ കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ടെങ്കിൽ ദയവേത് ഇവിടുന്ന് പോയിക്കോളൂ. എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഡോക്ടർ ആവിഷ്കാർ സിംഗ്, നല്ലോണം ഒരു പ്രാവശ്യം ആലോചിച്ച് പറയൂ. നിങ്ങൾ ആ QR കോഡ് വേറെ ഏതെങ്കിലും പെയിന്റിംഗിൽ മറച്ചു വെച്ച് കാണണം. ചേട്ടാ, എന്റെ അമ്മോ, എനിക്ക് മറക്കുന്ന രോഗമുണ്ടെന്ന് എല്ലാവരും കരുതിയിരിക്കല്ലേ. എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ ആ QR കോഡ് നിന്റെ ആ ബുള്ളക്കാർക്ക് പെയിന്റിംഗ് ഇല്ലേ, അതിലാണ് മറച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ ആ പെയിന്റിംഗ് ചെക്ക് ചെയ്ത് കണ്ടില്ലേ, എന്റെ കയ്യിൽ അതിന്റെ കറ ഒട്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ആവിഷ്കാർ സെൻ പറയുന്നതെല്ലാം ശരിയാണെന്നാ. ഒരു ഒറ്റവാക്കിൽ ചോദിക്കണമെങ്കില് വൈ? കാരണം മേരങ്കിൾ തയ്യാറാക്കിയ പെയിന്റിംഗ് ഉണ്ടല്ലോ, അതിന്റെ പെയിന്റ് എല്ലാം ഉണങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഡോക്ടർ ആവിഷ്കാർ സെൻ ആൽസോ ചീനോയുടെ വീട്ടിൽ വെച്ച് ചെക്ക് ചെയ്ത പെയിന്റിംഗ് ഉണ്ടല്ലോ, അതിന്റെ പെയിന്റ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ആ പെയിന്റിംഗ് ആവിഷ്കാർ സെന്നിന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അയ്യോ, അതുകൊണ്ടാണല്ലേ ഡോക്ടർ ആവിഷ്കാറിന് അതിൽ നിന്നും QR കോഡ് കിട്ടാത്തത്? കീക്കോ, ഒരു പക്ഷെ ആ QR കോഡ് ആൽസി സീനുവിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള എല്ലാ പഴയ പെയിന്റിംഗ്സിന്റെയും സെക്യൂരിറ്റി അതിപ്പോ അപകടത്തിലാണ്. ഡോണ്ട് വറി അങ്കിൾ, കീക്കോയും സൂപ്പർ സ്പീഡോയും ഉള്ളതുവരെ സൺസിറ്റിയിലുള്ള സെക്യൂരിറ്റിക്ക് ഒരു അപകടവും ഉണ്ടാവില്ല. ട്വിങ്കിൾ, ഡോഡോ, എന്റെ ഒപ്പം വരൂ. കീക്കോയെയും അവന്റെ കൂട്ടുകാരെയും ഞാൻ നല്ലോണം പറ്റിച്ചു പറഞ്ഞയച്ചു. QR കോഡുള്ള പെയിന്റിങ്ങിന് പകരം അവർക്ക് ഞാൻ വരച്ച പെയിന്റിംഗ്, സെയിം ടു സെയിം പെയിന്റിംഗ് കാണിച്ചു പറ്റിച്ചു. ഇപ്പൊ ആ ലേസർ സെക്യൂരിറ്റിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ പെയിന്റിംഗ് എനിക്ക് ആവശ്യമില്ല. ഹലോ, 10 കോടി രൂപ തയ്യാറാക്കി വെക്കേ. നാളെ ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പെയിന്റിംഗ് നിന്റെ കയ്യിൽ എത്തിച്ചേരും. പിന്നെ ഒരു കാര്യം, ഐ ലൈക്ക് ക്യാഷ്. കീക്കു, നമ്മള് ഗാർഡനിൽ വന്നിട്ട് എന്താ കളിക്കാതിരിക്കുന്നെ? ഡോഡോ, നമ്മളിവിടെ എന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? അതിനിപ്പോ 2 വാക്കിൽ പറയണമെങ്കില് വാച്ച് കീപ്പിംഗ്. കറക്റ്റ് ട്വിങ്കിൾ, നമ്മൾ ഇവിടെ നിന്നോണ്ട് ആൽസോച്ചിനോയുടെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യാൻ പോവാ. ഒരുപക്ഷെ അവനെങ്ങാനും പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് അവനെ ഫോളോ ചെയ്യാം. ഷെടാ, എന്റെ ദൈവമേ, ആൽസുചീനോയെ നമ്മൾ ഇവിടെ ഇരുന്ന് എങ്ങനെയാ ഫോളോ ചെയ്യുന്നത്? അയാള് തന്റെ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് പെയിന്റിംഗ് വരച്ചോണ്ടിരിക്കുക. പെയിന്റിംഗ് ഞാൻ അടിച്ചു മാറ്റും, കോടിക്കണക്കിന് കാശുണ്ടാക്കും. ആർസോന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. പക്ഷേ ആൽസുചിനോ ഇപ്പോഴും ബാൽക്കണിയിലിരുന്ന് പെയിന്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഇതെങ്ങനെയാ സംഭവിക്കുക?
ആ സിഗ്നൽ ആ ബിൽഡിംഗിന്റെ ഭാഗത്തുനിന്നാ വരുന്നത്. അവിടെയാണ് ലോകത്തെ ഏറ്റവും പുരാതനമായ പെയിന്റിംഗ്സ് വെച്ചിട്ടുള്ളത്. ട്വിങ്കിൾ, ഡോഡോ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ആൽ സജീനോയെ ശ്രദ്ധിച്ചോ. അതിനകം ഞാൻ അവിടെ ചെന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഞങ്ങള് കൂടെ ഉള്ളപ്പോൾ നീ ഒരു കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഡോണ്ട് വറി. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. സൺസിറ്റിയിൽ ഒരു വലിയ കൊള്ള സംഭവം നടന്നിരിക്കുക. കൊള്ളയടിക്കുന്നത് വളരെ തെറ്റാണ് കീക്കോ. നമ്മൾ ഇവിടെ ഉള്ളത് വരെ റോങ്ങിന് റൈറ്റിന് തോൽപ്പിക്കാനാവില്ല. ലെറ്റ്സ് ഗോ. ഈ പെയിന്റിംഗ് ഞാൻ അടിച്ചു മാറ്റും. കോടാനുകൂടി കാശുണ്ടാക്കും. എടാ ചെക്ക, പാർക്കിൽ ചെന്ന് എന്തെങ്കിലും കളി കളിച്ചോടാ. ഈ ലേസർ ബീം ക്രോസ് ചെയ്യുന്നത് കുട്ടിക്കളിയൊന്നും അല്ലടാ. സൂപ്പർ സ്പീഡോ, അയാൾ അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് റൂം ക്രോസ് ചെയ്ത് പെയിന്റിംഗ് എടുത്തോണ്ട് വരാം. ഡോണ്ട് വറി കീക്കോ. ഈ ലേസർ ബീമിന്റെ വെബ്സ് ക്രോസ് ചെയ്യുന്നത് എനിക്ക് വളരെ എളുപ്പമാണ്. അതായത് എന്റെ ലെഫ്റ്റ് ടയർ കൊണ്ട് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഗോ. ഓ നോ കിക്കോ, ഞാൻ വിചാരിച്ചതിനേക്കാളും ആ ലേസർ ബീംസ് വളരെ വളരെ സ്ട്രോങ് ആണ്. എന്റെ ടോട്ടൽ സിസ്റ്റവും കട്ടായി പോയിരിക്കുകയാണ്. ഓട്ടോ റിപ്പയർ ചെയ്യാൻ സമയമാവും. എന്നാ ശരി സൂപ്പർ സ്പീഡോ, നീ വേഗം ഓട്ടോ റിപ്പയർ ചെയ്തോ. അപ്പോഴേക്കും ഞാൻ അവനെ ഫോളോ ചെയ്തിട്ട് വരാം. കീക്കോ, ഇനിയിപ്പോ എങ്ങനെയാണ് അകത്തേക്ക് പോകുന്നത്? ഈ വെബ് കടക്കാൻ നിനക്കൊരു മാപ്പ് വേണ്ടേ? അത് അവന്റെ കയ്യിലല്ലേ ഉള്ളത്? അതിനും ഒരു വഴിയുണ്ട്. ഞാൻ അവന്റെ കാൽച്ചുവടുകൾ ഫോളോ ചെയ്ത് പോവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുൻപോട്ട് വാ. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് തല്ലും കൂട്ടി നീ ഇവിടുന്ന് ഓടിപ്പോയിക്കോ. ഞാൻ ഈ ലീസാമോണ പെയിന്റിംഗ് കൊള്ളയടിക്കാൻ പോവാ. കോടിക്കണക്കിന് കാശുണ്ടാക്കും. പെയിന്റിംഗ് ഞാൻ അടിച്ചു മാറ്റും. പല കോടികൾ കാശുണ്ടാക്കും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 577. ഷെടാ എന്റെ ദൈവമേ, അത് കൊള്ളാലോ. അയാൾ ഇവിടെ ഇരുന്ന് പെയിന്റിംഗ് ചെയ്യാണല്ലോ. എന്റെ അനുവാദമില്ലാതെ എങ്ങനെ അകത്ത് കടന്നു? സോറി ആൽസോച്ചിനോ, ഞങ്ങൾ കുറെ നേരായിട്ട് വാതിലിൽ മുട്ടുകയായിരുന്നു. ഓ, ഞാൻ മ്യൂസിക് കേൾക്കായിരുന്നു. പറയൂ, പെട്ടെന്ന് എന്തിനാ എങ്ങോട്ട് വന്നത്? നിങ്ങൾ അല്പസമയം മുമ്പ് എവിടെയായിരുന്നു? ഞാൻ കഴിഞ്ഞ അരമണിക്കൂറായിട്ട് ഇവിടെ തന്നെയായിരുന്നു. പെയിന്റിംഗ് ചെയ്യായിരുന്നു. എങ്ങനെയുണ്ട് ഈ പെയിന്റിംഗ്? അല്ല, നീ പറയുന്നത് കള്ളമാ. ലോകത്തെ ഏറ്റവും പുരാതനമായ പെയിന്റിംഗ് അടിച്ചു മാറ്റിയതിനു ശേഷം നീ ഇപ്പോഴാണ് വന്നത്. എന്ത് കീക്കോ, ഇപ്പൊ നീ പറയുന്നതാണ് കള്ളം. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. കീക്കോ, അതെങ്ങനെ നീ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് ആ പെയിന്റിംഗ് അടിച്ചു മാറ്റിയത് ആൽസുചീനോ ആണെന്ന്? കാരണം ആരാണോ മാസ്ക് ഇട്ടോണ്ട് വന്ന പെയിന്റിംഗ് അടിച്ചു മാറ്റിയത് അവനും ഇതേപോലെ വൈറ്റ് ഷൂസ് ആണ് ഇട്ടിരുന്നത്. അതേ ഷൂ ആണ് ആൽസുചീനോയും ഇട്ടിരിക്കുന്നത്. തിരക്കിനിടയിൽ അത് മാറ്റാൻ മറന്നുപോയിട്ടുണ്ടാവും. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഈ കാലത്ത് വൈറ്റ് ഷൂസ് ഒരു ഫാഷനാണ്. എല്ലാരും ഇതുപോലെ ഇട്ടിട്ടുണ്ട്.
അതെ, പക്ഷെ നീ ഒരല്പം ഞെട്ടിപ്പോയില്ലേ? നിന്റെ ഹാർട്ട് ബീറ്റ്സും വളരെ ഫാസ്റ്റ് ആണല്ലോ. ഇത് വെച്ച് എനിക്ക് നീ വളരെ ദൂരം ഓടി വന്നിരിക്കുകയാണെന്ന് പറയാൻ പറ്റും. ഇത് കണ്ടോ? നിങ്ങളുടെ ഹാർട്ട് ബീറ്റിനെ കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ വെരി ഹൈ. ഇത്തരം ഹൈ ഹാർട്ട് ബീറ്റ്സ് എപ്പോഴാ ഉണ്ടാവുന്നറിയോ? ഓടി വന്നാലേ ഉണ്ടാവൂ. പക്ഷേ കീക്കോ, ഞങ്ങൾ ഇയാളെ 1 മിനിറ്റ് പോലും വിടാതെ വാച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ബാൽക്കണിയിൽ ഒരാളിരുന്ന് പെയിന്റിംഗ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നില്ലേ? അത് ആൽച്ചോ ചീനു അല്ല, ഈ മാനിക്കിനാണ്. ദേ ഇത് കണ്ടോ? പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല കീക്കോ. ആരാണ് ആ പെയിന്റിംഗ് അടിച്ചു മാറ്റിയത്? അവൻ വളരെ ഫിറ്റ് ആയിരുന്നു, സ്ലിം ആൻഡ് ട്രിം ടൈപ്പ്. പക്ഷെ ഇവൻ ആള് തടിച്ചു കൊടുത്തിരിക്കുകയാണല്ലോ. അതിനുള്ള ഉത്തരം ഇപ്പൊ കിട്ടും സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 10 അപ്ലൈ ചെയ്യ്. കലക്കി കീക്കോ. ഐ ലൈക്ക് ദിസ് ഫോർമുല. ഇനി നിനക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. പെയിന്റിംഗ് അടിച്ചു മാറ്റി പല കോടികൾ ഉണ്ടാക്കും. കിക്കോ, നീ വളരെ സ്മാർട്ട് ആണെന്ന് സമ്മതിച്ചു. നീ എന്നെ കണ്ടുപിടിച്ചു, എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. ആൽസോ ചീനോ, ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്, ദയവായി ആ പെയിന്റിംഗ് എന്നെ ഏൽപ്പിച്ചേക്ക്. പക്ഷേ കീക്കോ, നീ എന്നെ എക്സ്പോസ് ചെയ്ത് വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ നിനക്കൊരു അതിഭയങ്കര തിരിച്ചടി തരാൻ പോവാ. പെയിന്റിംഗ് അടിച്ചു മാറ്റും, പല കോടി കാശുണ്ടാക്കും. സൂപ്പർ സ്പീഡോ, വേഗാവട്ടെ. ആൽസോ ചീനോയെ നമുക്ക് ഫോളോ ചെയ്യണം. Ska Kiko, Esco, Deco, Rico, Rico, Rada, Naka, Luna, Isha, Escalata, yes, Rico. ഇനി നിനക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. പെയിന്റിംഗ് അടിച്ചു മാറ്റും, പല കോടികൾ കാശുണ്ടാക്കും. ഒരുപക്ഷെ ഈ പെയിന്റിംഗ് എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരും ഇത് സ്വന്തമാക്കുന്നത് അനുവദിക്കാൻ എനിക്ക് പറ്റില്ല. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 49. നിനക്ക് വേഷന്മാരെ ആര് വേണമെങ്കിലും പറ്റിക്കാൻ പറ്റും, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഡിറ്റക്റ്റീവ് ചാറ്റ്പാൻ. എന്ന് വെച്ചാ സാർ ചുരുക്കത്തിൽ പറയുന്നത് യു ആർ അണ്ടർ അറസ്റ്റ്.